ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനാണ് ഭാവമെങ്കിൽ ഇത് വലിയ പ്രശ്നാവേ. മരുമകൾ അടുക്കളയിൽ കയറി ആഹാരം ഉണ്ടാക്കുന്നതിന് അഭിനന്ദിക്കുന്നതിന് പകരം അവഹേളിക്കേ. ഇങ്ങനെ വലിച്ചു വലി സാധനങ്ങൾ എടുത്ത് ചെലവാക്കാനേ. ഇത് രാജകൊട്ടാരമല്ല, മന്ത്രിയുടെ വീടുമല്ല. മന്ത്രിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ വീടാ. മന്ത്രിയുടെ കൂടെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിക്കൂടെ? കടയിൽ ചെന്ന് വാങ്ങിക്കുമ്പോഴറിയാം ഓരോ സാധനത്തിന്റെ വില. തേങ്ങയ്ക്ക് സവാളയ്ക്കൊക്കെ പൊന്നിന്റെ വിലയാ. എന്താ ഇവിടെ? എന്താ മാഡം? അച്ഛാ, എന്താ പ്രശ്നം? എടാ, ഋതുമോള് രാവിലെ അടുക്കളയിൽ കയറി ആഹാരം പാകം ചെയ്തു, പൂരി മസാല ഉണ്ടാക്കി. അതിനൊന്നിനും നിന്റെ അമ്മയുടെ പെർമിഷൻ വാങ്ങിയില്ല. അതുമാത്രമല്ല, ഇത്ര ധാരാളിത്തോടെ ചെലവാക്കാൻ ഇത് മന്ത്രിമന്ദിരമോ രാജകൊട്ടാരമോ അല്ലാതെ. നിന്റെ അമ്മയുടെ പുതിയ കണ്ടുപിടുത്ത. എന്താ അമ്മേ? ഋതിക മാഡത്തിന് ഈ വീട്ടിൽ അടുക്കളയിൽ കയറിക്കൂടെ? ആഹാരം ഉണ്ടാക്കിക്കൂടെ? എന്താ ഞാൻ ചോദിച്ചാൽ അമ്മയ്ക്ക് മറുപടി ഇല്ലേ? നീ എന്താടാ എന്നെ വിചാരണ ചെയ്യാണോ? അമ്മ ചെയ്യുന്നതിനൊന്നും ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കേൾക്കുന്നതെല്ലാം അങ്ങ് വിഴുങ്ങ. അതിന് കാരണം എനിക്ക് എന്റെ അമ്മയെ ജീവനായതുകൊണ്ടാ. എന്ന് വെച്ച് എന്റെ വീക്ക്നെസ് അമ്മ ബ്ലാക്ക്മെയിൽ ചെയ്യരുത്. എന്നാ പിന്നെ നീ എന്നെ തല്ലോ കൊല്ലോ ചെയ്യ. അമ്മേ, കാര്യം തുറന്നു ചോദിക്കുമ്പോഴേ വയലന്റ് ആയിട്ട് ഇമോഷണൽ ആയിട്ട് ഒരു കാര്യമില്ല. അമ്മയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലായി. അമ്മ തീരുമാനിച്ച കാര്യം നടക്കാതെ വന്നപ്പോ അമ്മ കണ്ണു അടച്ച് ഋതിക മാഡത്തെ അങ്ങ് എതിർക്കുക, എന്തിനും ഏതിനും വെല്ലുവിളിക്കുക. അമ്മേ, അമ്മയുടെ തീരുമാനം നടക്കാതെ വന്നതിന് ഉത്തരവാദി മാഡം അല്ല, അതിന് ഞാനാ ഉത്തരവാദി. ഞാനാണ് ഋതിക മാഡത്തെ കല്യാണം കഴിച്ചത്. ആ കല്യാണം ഞാൻ അംഗീകരിച്ചിട്ടില്ലെങ്കിലോ? അമ്മ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമാവും. എന്ന് വെച്ച് അമ്മയുടെ ഇത്തരം പിടിവാശികൾക്ക് മുമ്പില് വഴങ്ങിത്തരാനൊന്നും ഞാൻ തയ്യാറല്ല. കെട്ടിയ പെണ്ണിനെ പടി കടത്തി വിടാനൊന്നും എന്നെ കിട്ടില്ല. അവളുടെ കൈയും പിടിച്ച് ഞാനങ്ങ് പുറത്തേക്ക് പോവും.